ഇന്നലെ ട്രീറ്റ്മെന്റ് തുടങ്ങിയെന്ന് പറഞ്ഞു. ഒന്നും സംഭവിക്കില്ല. നന്ദേട്ടൻ വെറുതെ എന്നെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കണ്ട. അതിനുവേണ്ടി നന്ദേട്ടൻ അനുഭവിക്കുന്ന വേദന കൂടി ഞാൻ കാണണം. വിധി പോലെ നടക്കട്ടെ നന്ദേട്ട. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? എന്റെ കുഞ്ഞിനെ ഓമനിക്കാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നിട്ടില്ല. അതിനുവേണ്ടി ആശിക്കാവുന്നല്ലാതെ എനിക്ക് വേറൊന്നിനും പറ്റില്ല. അനുവിനെ റൂമിലേക്ക് മാറ്റിയെന്ന് നഴ്സ് പറഞ്ഞു. എന്റെ കുഞ്ഞ് സുഖമായിട്ടിരിക്കട്ടെ. അമ്മയായിട്ട് അവൾക്കൊരു തടസ്സവും വരില്ല. ഇപ്പോഴെങ്കിലും എനിക്ക് എന്റെ ഭർത്താവിനെ ഒന്ന് കാണാൻ കഴിഞ്ഞല്ലോ. നിനക്ക് എന്തെങ്കിലും പ്രയാസം തോന്നുന്നുണ്ടോ? ഇത് എന്നെ ഇവിടെ എല്ലാവരും മാറി മാറി ചോദിക്കുന്ന ഉണ്ടെങ്കിൽ അത് സ്കാനിംഗ് റിപ്പോർട്ട് കാണില്ല. സ്കാൻ ചെയ്തിട്ട് നിനക്ക് ഒരു പ്രോബ്ലം കാണുന്നില്ല. എന്നിട്ട് നീ പെയിനുണ്ടെന്ന് എന്തിനാ പറയുന്നത്? സത്യത്തില് നിന്നെ ഇവിടെ അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ലായിരുന്നു. നിന്റെ നിർബന്ധത്തിന് പുറത്ത് റൂം എടുത്തത്. എന്റെ ബുദ്ധിമുട്ട് വിപിൻ ചേട്ടൻ അറിയോ? വിപിൻ ചേട്ടന്റെ പറച്ചിൽ കേട്ടാ തോന്നുന്നു ഞാൻ അഭിനയിക്കാന്ന്. അത് ഓവറാവാതിരുന്നാ കൊള്ളാം. അതാ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. വിപിൻ ചേട്ടൻ അതേ പറയൂ. എന്നെ പറ്റി അല്ലല്ലോ ഉൾക്കണ്ട. ആ സ്ത്രീക്ക് എന്ത് പറ്റൂന്നല്ലേ? ഇന്നെന്താ സ്പെഷ്യൽ? ഓ, പതിവ് മെനു തന്നെ. അല്ല, ഇതെന്താ ലക്ഷ്മിയമ്മ പിന്നിലൂടെ ഒരു വരവ്? ആ, ഞാനേ പറമ്പിലോട്ട് ഇറങ്ങിയപ്പോഴല്ലേ പറമ്പ് നിറയെ ദേ പപ്പായ പിടിച്ചു നിൽക്കുന്നു. ഒരെണ്ണം ഞാനിങ്ങ് അടർത്തിയെടുത്തു. കൊള്ളാലോ ലക്ഷ്മിയമ്മ. വിഷം കയറ്റി വരുന്ന പച്ചക്കറി കഴിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ നമ്മുടെ പറമ്പിൽ വിളയുന്നത് കഴിക്കുന്നത്? ആ, ഇവിടെ ആർക്കും അതിനൊന്നും ഒരു വിലയുമില്ല. അത് ശരിയാ. പച്ചക്കറി കൃഷി ചെയ്യുന്ന ആളുകളൊന്നും അത് കഴിക്കാറില്ലെന്ന് കേൾക്കാറുള്ളത്. എല്ലാം കൂടി ഇങ്ങോട്ട് കയറ്റിവിടും. അവർക്ക് ക്യാഷും ഇവിടെ ഉള്ളവർക്ക് ക്യാൻസറും. നീ ഇതൊന്ന് കറി വെക്ക്. നിന്റെ കൈപുണ്യം കൂടി ആയാലേ അനുക്കുട്ടിക്ക് വലിയ ഇഷ്ടാവും. അയ്യോ, സംഗീതാമ്മ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. ഷീസ് ഓക്കെ. കുഞ്ഞ് പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഭയന്നത് പോലെയൊന്നും സംഭവിച്ചിട്ടില്ല. താങ്ക് ഗോഡ്. ഡോക്ടറോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ സന്തോഷമാണ് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയത്. അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഒരു തീരാ വേദനയായിട്ട് ഞങ്ങളത് വേട്ടയാടുമായിരുന്നു. പൂർണ്ണമായൊരു സന്തോഷത്തിലേക്ക് നമ്മൾ പോവാറായിട്ടില്ല. ഒരു ഘട്ടം കടന്നുപോയെന്ന് നമ്മൾ കരുതിയാ മതി. ഒന്നും രണ്ടും അല്ല, ഒരുപാട് കോംപ്ലിക്കേഷൻ സംഗീതയ്ക്കുണ്ട്. കുഞ്ഞിന്റെ ഇനിയുള്ള വളർച്ചയും യൂട്രസിന്റെ വികാസവും ഒരു ചോദ്യചിഹ്നമായി എന്റെ മുന്നിലുണ്ട്. ഗെരിയാട്രിക് പ്രഗ്നൻസിയിലെ ഒരു വെല്ലുവിളി അത് തന്നെയാണ്. ഒരു നോർമൽ ഡെലിവറി നിങ്ങൾ സംഗീതയ്ക്ക് പ്രതീക്ഷിക്കണ്ട. പിന്നെ ഈ കെയറൊന്നും പോരെ നന്ദൻ. ഇതൊരനുഭവമായി നിങ്ങൾ കണ്ടാ കൊള്ളാം. ഇനി ഇങ്ങനൊരു അവസ്ഥയിൽ എന്റെ മുന്നിൽ വരരുത്. സൂക്ഷിച്ചോളാം ഡോക്ടർ. ഇനി എപ്പോഴും സംഗീതയോടൊപ്പം ഞാനുണ്ടാവും. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണം. ഡോക്ടർ വിപിൻ അതൊന്ന് പറഞ്ഞു കൊടുക്കണം. ശരി മാഡം. ഇത് പപ്പായ ലേഡി. അപ്പൊ മനസ്സിലായല്ലോ, വിഷം ചേർക്കാത്ത തനി നാടൻ പച്ചക്കറി. പണം വേണ്ട, ഗുണം വെച്ചും. വേണമെങ്കിൽ എടുത്ത് കഴിച്ചോക്ക്. എടി ഒരുമ്പിട്ടോളെ,
നിനക്ക് എവിടെ നടി ഇത് കിട്ടിയത്? ആളെ കൊല്ലാനാണോടി നീ ഇതുമായിട്ട് ഇറങ്ങി പുറപ്പെട്ടത്? തള്ളേ, നിങ്ങളുടെ ചീത്തവിളി എന്റെ അടുത്ത് വേണ്ട. പപ്പായ പൂളുന്ന പോലെ ചെത്തിക്കളയും ഞാൻ. ചോദിക്കാനും പറയാനും ഇവിടെ ആളുണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ. പോയി കൊണ്ടുവാ. പപ്പായ പറിച്ചതിനെ ആരാ തലവീശാൻ വരുന്നതെന്ന് ഞാനൊന്ന് കാണട്ടെ. ആ തലയെങ്ങ് വേണ്ടെന്ന് വെക്കും ഞാൻ. നേരെ പോവാൻ സമ്മതിക്കില്ല. ഭരിക്കാൻ വന്നുള്ളൂ. മോളെ, നന്ദൻ എവിടെ? എനിക്ക് നന്ദനെ ഇപ്പൊ കാണണം. അപ്പുറത്ത് ഓഫീസ് മുറിയിലുണ്ട്. കേസിന്റെ എന്തോ കാര്യം നോക്കിയിരിക്കാം. എന്താ ചിറ്റേ? അനുക്കുട്ടിക്ക് എന്തെങ്കിലും? ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇനി ഉണ്ടാവാതെ ഇരിക്കാനാ ഞാൻ ഓടി വന്നത്. മോളെ അടുക്കളയിൽ ചെല്ലാതിരുന്നതിന്റെ ഫലമേ ഇപ്പൊ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. എന്താ നടക്കുന്നേന്ന് മോക്ക് അറിയണ്ടേ? ആ തലതെറിച്ച പെണ്ണെ ഉച്ചയൂണിന് പപ്പായ കൊണ്ട് കറിയുണ്ടാക്കുക. ഏത് സമയത്താണെങ്കിൽ പോലും ഗർഭിണികള് പപ്പായ കഴിക്കാൻ പാടില്ലാത്തതാ. അത് കുഞ്ഞിന്റെ വളർച്ചയെ ബാധിക്കും. തുടക്കത്തിലാണെങ്കിലേ അലസി പോവാൻ വരെ സാധ്യതയുണ്ട്. എന്റെ ദൈവമേ, പവിഴത്തിനത് അറിയില്ലേ? പെണ്ണായ ആർക്കാ അതറിയാത്തത്? ഞാനൊന്ന് ചോദിച്ചപ്പോ കത്തിയും വീശി എന്റെ നേരെ ഒരു ചാട്ടം. അയ്യോ, മോളിപ്പൊ അങ്ങോട്ട് പോവണ്ട. മോളെ, തലയെടുക്കാൻ പോയ തള്ളയെ കണ്ടില്ലല്ലോ. ഇതെന്താ? ഇവിടെ എന്തു ആവാന്ന് കരുതിയോ? ആരോട് ചോദിച്ചിട്ടാ ഈ പപ്പായ ഇവിടെ കയറ്റിയത്? പറ. ഓ, ഇനി ഓറഞ്ച് കൂടി കഴിക്കാൻ പാടില്ലെന്ന് സംഗീത ഉത്തരവ് പുറപ്പെടുവിക്കുമെന്ന് എന്റെ പേടി. ലക്ഷ്മിയമ്മയ്ക്ക് തിരിച്ചു പറയാൻ അറിയാഞ്ഞിട്ടാ. നല്ല ചുട്ട മറുപടി കൊടുത്തെങ്കിലേ വായു അടച്ച് മുറി ചെന്നിരുന്നേ അവര്. ഞാനിവിടെ വന്നു നിൽക്കുന്നവളല്ലേ മോളെ. ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞ് ഈ വീട്ടിലൊരു വഴക്കുണ്ടാവാൻ പാടില്ല. എന്റെ മോളുടെ പ്രസവം ഒന്ന് കഴിഞ്ഞു കിട്ടാൻ ഞാൻ എന്തും സഹിക്കും. മാഡം, എന്താടി പവിഴം? സംഗീത വീണ്ടും അരിശം തീർക്കാൻ വന്നോ? നീ കേട്ടില്ലാന്ന് നടിച്ചേക്കണേ. അതൊന്നും അല്ല ലക്ഷ്മിയമ്മേ, പുതിയൊരു വിശേഷമുണ്ട്. സംഗീത മാഡം കിച്ചണില് ഒരു നോട്ടീസ് പതിപ്പിച്ചിരിക്ക. ഈ വീടൊക്കെ ജപ്തി ചെയ്യുമ്പോ പതിപ്പിക്കാറില്ലേ, അതുപോലത്തെ ഒന്ന്. നോട്ടീസ് പതിപ്പിച്ചെന്നോ? അതെന്തിനാ? അതേനു കുട്ടി, നീണ്ടൊരു ലിസ്റ്റ് അതില് പറഞ്ഞിരിക്കുന്ന ഒന്നും കിച്ചണിൽ പ്രവേശിപ്പിക്കാൻ പാടില്ലെന്ന്. മീൻ പാടില്ല, മുട്ട പാടില്ല, കോഫി പാടില്ല, ഇറച്ചി പാടില്ല. എന്തിന്? പച്ചക്കറിക്ക് പോലും വിലക്ക് കൽപ്പിച്ചിരിക്കുക. എന്ത് ചെയ്യണോന്ന് എനിക്ക് ഒരു രൂപമില്ല ലക്ഷ്മിയമ്മ. ഇങ്ങനാണെങ്കിലേ കിച്ചൺ പൂട്ടേണ്ടി വരും. ആ സ്ത്രീക്ക് എന്താ ഭ്രാന്തുണ്ട് ലക്ഷ്മിയമ്മ? ആരെന്ത് കഴിക്കണമെന്ന് തീരുമാനിക്കുന്നത് അവരാണോ? സംഗീത ഈ കാണിച്ചത് എന്നെ നാണം കെടുത്താന്. അല്ലാതെ ഇതിന്റെ പിന്നിൽ മറ്റൊരു ഉദ്ദേശവും ഇല്ല. എനിക്കിവിടെ ഒരു അവകാശം ഇല്ലെന്ന് കാണിച്ചു തന്നതാ. അല്ലെങ്കിൽ ഇതിന് വീട്ടിനുള്ളിൽ നോട്ടീസ് പതിപ്പിക്കുന്നത് ആരെങ്കിലും അത് ചെയ്യുവോ? അവിടുത്തെ വിളിച്ചു പറഞ്ഞാ പോരെ? ലക്ഷ്മിയമ്മ പറഞ്ഞ തന്നെയാ ശരി. ലക്ഷ്മിയമ്മയെ സംഗീത മേഡം അപമാനിച്ചതായിട്ട് തന്നെ എനിക്ക് തോന്നിയത്. ഇവിടെ മറ്റാരും പറയുന്നതൊന്നും കേൾക്കണ്ടെന്ന് എന്നോട് പറഞ്ഞത്. അതുതന്നെ ലക്ഷ്മിയമ്മ അല്ലാതെ വേറെ ആരും ഉദ്ദേശിച്ച? ലക്ഷ്മിയമ്മ മാത്രം ഉദ്ദേശിച്ചു പറഞ്ഞതാ. ഇനി ലക്ഷ്മിയമ്മ ഉന്നം വെച്ച് നിങ്ങൾ എന്തെങ്കിലും ചെയ്താ സഹിക്കില്ല ഞാൻ. ഇതുപോലെ ആയിരിക്കില്ല അനുവിനെ നിങ്ങൾ അപ്പ കാണാൻ പോകുന്നത്. പെറ്റമ്മയോളം വരില്ല മോളെ ഒരമ്മയും. ഇന്നല്ലെങ്കിൽ നാളെ നീ ആ സത്യം തിരിച്ചറിയും.
അതുവരെ നീ ഈ ചെയ്യുന്നത് ക്ഷമിക്കാനും പൊറുക്കാനും എനിക്ക് കഴിയും. നിക്ക. നിങ്ങളുടെ ഔദാര്യം എനിക്ക് വേണ്ടെങ്കിലോ? എന്നോടാ ക്ഷമിക്കാനും പൊറുക്കാനും നിങ്ങൾ കെഞ്ചേണ്ടത്. മഹാകാര്യം ചെയ്തിട്ട് തലയുയർത്തി പിടിച്ച് നിൽക്കുമല്ലേ? നിങ്ങളെ പോലൊരു സ്ത്രീ ഭൂമിയിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഇങ്ങനെ ഏതെങ്കിലും ഒരു അമ്മ മകൾക്ക് മുന്നിൽ വന്ന് നിന്നിട്ടുണ്ടോ? എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കിയവരാ നിങ്ങള്. എന്നിട്ടിപ്പോ എന്റെ ആഹാര രീതി നിശ്ചയിക്കാൻ വന്നിരിക്കുന്നു. നിന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ഞാൻ നോക്കിയിട്ടില്ല. അത് ചെയ്തവർക്കറിയാം. നീ ഇപ്പൊ ചുമന്നോട്ട് നടക്കുന്ന നിന്റെ ലക്ഷ്മി അമ്മയ്ക്ക് അറിയാത്തതാണോ? പപ്പായ കഴിച്ചാൽ കുഞ്ഞിന് ദോഷം വരുമെന്ന്. അവരെന്തിനാ ഈ വീട്ടിൽ അത് കയറ്റിയത്? അനിക്കുട്ടിക്ക് കൊടുക്കാനല്ല ഞാനത് കൊണ്ടുവന്നേന്ന് സംഗീതയോട് ഞാൻ പറഞ്ഞതല്ലേ. ലക്ഷ്മി ചേച്ചി പറഞ്ഞ് സ്ഥാപിക്കാനൊന്നും ബുദ്ധിമുട്ടണ്ട. അത് വെച്ച് വിളമ്പാൻ തന്നെയാണ് നിങ്ങൾ പവിഴത്തോട് പറഞ്ഞത്. അനിക്കുട്ടിക്ക് കൊടുക്കാൻ ഞാൻ നിന്നോട് പറഞ്ഞോടി. അത് പിന്നെ ഞാനല്ലല്ലോ അനിക്കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നേ, ലക്ഷ്മി അമ്മയല്ലേ. വെച്ചുണ്ടാക്കലല്ലേ എന്റെ പണി. പ്രായവും പക്വതയും ഉള്ളവളല്ലേ ലക്ഷ്മി. ലക്ഷ്മി ചെയ്തത് തെറ്റ് തന്നെ. സുഭദ്രാമ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലേ ലക്ഷ്മിയോട് ക്ഷമിക്കില്ലായിരുന്നു. കേട്ടോ മോളെ, എല്ലാരും കൂടി വളഞ്ഞിട്ട് ആക്രമിക്കുക തന്നെ. മോളുടെ കൂടെ ഞാനിവിടെ വന്നത് തന്നെ സംഗീതയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. എനിക്ക് ഇഷ്ടക്കേടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇവിടെ നിൽക്കില്ലായിരുന്നു. നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? ലക്ഷ്മി അമ്മ ഇറക്കി വിടോ? എങ്കിലാ ഒന്ന് കാണട്ടെ. നിനക്കൊരു ജീവിതം തന്നിട്ടാ ഞാൻ ഗർഭിണിയായത്. എന്റെ വയറ്റിൽ വളരുന്നത് എന്റെ ഭർത്താവിന്റെ കുഞ്ഞ. എന്റെ നന്ദേട്ടിന് വേണ്ടിയാ ഞാനൊരു അമ്മയാവുന്നത്. ഞാനൊരു ഭാര്യയാണ്. എനിക്കുണ്ട് കടമകളും ബാധ്യതകളും. അതൊന്നും പാടില്ല എന്ന് പറയാൻ നിനക്ക് കഴിയൂ? സ്വന്തം കൂടെപ്പിറപ്പില്ലാതായി കാണാൻ നീ ആഗ്രഹിക്കുന്നു അല്ലേ? നിങ്ങളെ പോലൊരു അമ്മയുണ്ടോന്ന് നീ എന്നോട് ചോദിച്ചു. ഞാനും നിന്നോട് ചോദിക്കാം, നിന്നെ പോലൊരു മകളുണ്ടോ? അമ്മയുടെ വയറ്റിലൊരു കുഞ്ഞുവാവ വളരുന്നുണ്ടെന്നറിയുമ്പോ എത്രയോ കുട്ടികൾ അതിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കും. കൂടപ്പിറപ്പിന്റെ സ്നേഹബന്ധം നീ കണ്ടിട്ടില്ലേ? നിന്റെ കൺമുമ്പിലല്ലേ വിപിനും യമുനയും ജീവിക്കുന്നത്? ഒരു കൂടപ്പിറപ്പില്ലാതെ പോയതിന്റെ നഷ്ടം അനുഭവിക്കുന്ന എത്രയോ കുട്ടികളുണ്ട്. നീ മാത്രം എന്തായാലും ഇങ്ങനെയായി പോയത്? കൈയുണ്ടല്ലേ ഞാൻ എന്റെ മോളെ തല്ലിയത്. എനിക്കതിനെ എങ്ങനെ തോന്നി? എന്റെ മോൾ എന്തുമാത്രം വേദനിച്ചു കാണും. അവളുടെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ടെന്നുള്ള കാര്യം പോലും ഞാൻ മറന്നു. മോള് വിഷമിക്കാതെ. മോള് ചെയ്തതില് തെറ്റൊന്നുമില്ല.
അനുവിനെ തല്ലാൻ മോൾക്കുള്ള പോലുള്ള അവകാശം വേറെ ആർക്കുമില്ല. അറിയൂ, ഇന്ന് വരെ ഞാൻ അവളെ തല്ലിയിട്ടില്ല, ഒന്നും നുള്ളി നോവിച്ചിട്ട് കൂടിയില്ല. ആദ്യമായിട്ട് ഞാനവളെ ഞാനത് ചെയ്തു പോയി. തല്ലാതെ വളർത്തിയതിന്റെ ശിക്ഷയാണ് മോളിപ്പ് അനുഭവിക്കുന്നത്. ധിക്കാരം കാണിച്ചപ്പോഴൊക്കെ സ്നേഹിക്കാൻ പോയതാ അവളെ ഈ നിലയിലേക്ക് എത്തിച്ചത്. ഇനി അവൾ ഇവിടെ നിൽക്കുമെന്ന് തോന്നുന്നില്ല. എന്റെ മോൾ ഇറങ്ങിപ്പോയാ പിന്നെ ഞാൻ ജീവിക്കില്ല. അവക്ക് ആ കുഞ്ഞിനെ വേണ്ടാത്തോണ്ടല്ലേ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയത്. വയറ്റിൽ വളർന്ന കുഞ്ഞിനോട് ഒരല്പമെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കോ? എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട്. അവള് കൊച്ചുകുട്ടിയൊന്നുമല്ല, അവളൊരു ഭാര്യയെ, ഒരു കുഞ്ഞിന്റെ അമ്മയാവാൻ പോകുന്നവളാ. ആ വല്ല ബോധവും അവക്കുണ്ടോ? തന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നുള്ള വിചാരം പോലും ഇതുവരെ അവക്കുണ്ടായിട്ടില്ല. എന്നാലും ചിറ്റൻ, അവളുടെ വയറ്റിലൊരു കുഞ്ഞുള്ളപ്പോ എന്നെ അവളെ തല്ലാൻ പാടില്ലായിരുന്നു. ഒരു കുടുംബത്തിലുള്ളവരെ തമ്മിലടുപ്പിച്ചു. തൃപ്തിയാങ്കി ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങിക്കൊള്ളണം. അങ്ങാടി തോറ്റതിന് അമ്മയോടൊന്നും ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. എടാ, സംഗീതയും മോളും വഴക്കിട്ടതിന് നീ എന്തിനാ എന്റെ തലേ കുതിര കയറാൻ വരുന്നേ? എടാ, നീ ഒരാണാണെങ്കി നിന്റെ ഭാര്യയെ തല്ലിയത് എന്തിനാണെന്ന് പോയി ചോദിക്കും. എന്റെ അമ്മ നിങ്ങളാണെങ്കിലും നിങ്ങളെ പോലെ ചിന്തിക്കാൻ എന്നെ കിട്ടില്ല. ദിവസം ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് നിന്ന് ന്യായം പറയുന്നു. ഇന്നത്തെ പ്രശ്നങ്ങൾക്കും കാരണക്കാരി അമ്മ തന്നെയാ. ബോധപൂർവ്വം അമ്മ പപ്പായ ഇവിടെ കൊണ്ടുവന്നത് അത് വെച്ചൊരു കലഹം ഉണ്ടാക്കാനായിട്ട്. അതിലമ്മ ജയിക്കുകയും ചെയ്തു. എന്തിനാ അമ്മയെ മറ്റുള്ളവരുടെ ജീവിതത്തിലെ സ്വൈര്യം ഇങ്ങനെ തല്ലിക്കെടുത്തുന്നത്? അതുകൊണ്ട് എന്ത് സുഖം അമ്മയ്ക്ക് കിട്ടുന്നത്? നിർത്തടാ. ഇവിടെ ഉണ്ടായതിനൊന്നും കാരണക്കാരി ഞാനല്ല. ഒരു പപ്പായയുടെ പേരിൽ അത് എന്റെ തലയിലേക്ക് കെട്ടിവെക്കാനും നോക്കണ്ട. വിജയലക്ഷ്മി അതിന് നിന്ന് തരികയില്ല. പപ്പായ കറി വെക്കണ്ടെന്ന് സംഗീത ഉത്തരവിട്ടതോടെ ആ വിഷയം ഇവിടെ തീർന്നതാ. അതല്ലെന്ന് ആരെങ്കിലും പറയട്ടെ. സംഗീത ചെയ്ത എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ കുട്ടി. അനു വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കാരണക്കാരി ഞാനാണോ അതോ സംഗീതയാണെന്നോ പറഞ്ഞു കൊടുക്കാൻ. അമ്മയെ കുറ്റപ്പെടുത്താൻ വന്ന മോനെന്ന് അറിയട്ടെ. അവള് മിണ്ടില്ല. തെറ്റുകാരി ഞാനാണെങ്കിലേ ഇപ്പൊ എല്ലാവരും വിളിച്ചു പറഞ്ഞേനെ. എടാ, നിനക്ക് ഇനിയും മനസ്സിലായില്ലേ? സംഗീത അടുക്കളയിലെ ഒരു നോട്ടീസ് പതിപ്പിച്ചു വെച്ചു. അതിൽ പറഞ്ഞിട്ടുള്ളതൊന്നും അടുക്കളയിൽ കൊണ്ടുവരാൻ പാടില്ലെന്ന്. അടുക്കളയിൽ നോട്ടീസ് വെക്കുന്നതേ കുടുംബക്കാർക്ക് ചേരുന്ന കാര്യമാണോ? അതിൽ പറഞ്ഞിട്ടുള്ളതൊന്നും മറ്റുള്ളവർ കഴിക്കാൻ പാടില്ല. ശ്ശോ, ഏതെങ്കിലും വീട്ടിൽ ആരെങ്കിലും ഇങ്ങനെ ചെയ്യോ? ഭിന്നിപ്പിക്കാനാണോ സംഗീത നോക്കിയത്? എടാ, മറ്റുള്ളവരെ എന്ത് കഴിക്കണമെന്ന് തീരുമാനിക്കുന്നത് സംഗീതയാണോ? എനിക്കിവിടെ ആരുമില്ല. അമ്മ പോകും മോളെ. ഞാൻ പറയുന്നൊന്ന് കേക്കമ്മ, പ്ലീസ്. അമ്മ പോവല്ലേ അമ്മ. മോള് വിഷമിക്കണ്ട അമ്മ, പ്ലീസ് അമ്മ. അമ്മ പറയുന്ന കേക്കമ്മ. നിങ്ങൾ പോകുന്ന എനിക്കൊന്ന് കാണണമല്ലോ. എന്റെ ലക്ഷ്മി എന്നെ കൊണ്ടുപോയി ഞാൻ സമ്മതിക്കില്ല. വണ്ടി എടുക്കും, ഞാൻ കാണണ്ടേ. എന്റെ നെഞ്ചു കൂടെ കയറ്റിക്കൊണ്ടു പോ. ചത്താലും ഞാൻ മാറൂല. വണ്ടിയുടെ പിന്നീന്ന് മാറില്ല എന്ന് പറഞ്ഞില്ലേ? എന്റെ ലക്ഷ്മി എന്നെ കൊണ്ട് ഞാൻ സമ്മതിക്കില്ല.
നിന്നോട് ഞാനാ പറഞ്ഞത് മാറാൻ. സമ്മതിക്കില്ല. കണ്ടോടാ, കണ്ണ് തുറന്ന് കാണടാ. പെറ്റു വളർത്തിയ മക്കൾക്കില്ലാത്ത സ്നേഹം എന്റെ മോൾക്ക് എന്നോട്. ഇവൾക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ഇടി കാറിന്റെ പിന്നീന്ന് മാറാനല്ലേ പറഞ്ഞത്? ലക്ഷ്മിയമ്മയെ കൊണ്ടുവന്നത് എന്റെ നെഞ്ചത്തോടെ വണ്ടി ഏറ്റിട്ട് മതി. അനു വീട്ടിൽ കയറി പോനാ നിന്നോട് പറഞ്ഞത്. ഇല്ലെന്ന് പറഞ്ഞില്ലേ? ബിബിൻ ചേട്ടൻ കരുതണ്ട ഞാൻ ഇവിടുന്ന് മാറുന്ന. നിങ്ങൾക്ക് കാണേണ്ടത് എന്റെ മരണമല്ലേ? എന്നെ കൊന്നേച്ച് ഇവിടുന്ന് പോ. കണ്ടില്ലേ മോളെ, ലക്ഷ്മി ഉപദേശിച്ചു കൊടുത്തതാ. ആ ഭയങ്കരിയുടെ നിൽപ്പ് കണ്ടു. രസം പിടിച്ച് നിൽക്കുക അവള്. വയറ്റിൽ ഒരു കുഞ്ഞിനെ ഇട്ടോണ്ടാ നീ ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നത്. മാറി നിൽക്കാൻ. എനിക്ക് വണ്ടി എടുക്കാനുള്ളതാ. ഞാൻ മാറില്ല, മാറില്ല, മാറില്ല. ലക്ഷ്മി അമ്മ പോയ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. മോളെ, ബിബിൻ ചേട്ടൻ വണ്ടി എടുക്ക്. ബിബിൻ ചേട്ടൻ കൈ കൊണ്ട് എന്നെ ഞാൻ മരിക്കും. അങ്ങനെയൊന്നും പറയല്ലേ. പറഞ്ഞ അനുസരിക്കില്ലേടി? നീ മാറുമെന്ന് ഞാൻ നോക്കട്ടെ. ഓടി ഇവിടെ. നീ കാണിക്കുന്നത് ധിക്കാരമാണ്. അമ്മ പോകുന്നത് സ്വന്തം വീട്ടിലേക്കാ. അതിന് നീ എന്തിനു വണ്ടി തടയണം? ലക്ഷ്മി അമ്മ പോകുന്നെങ്കിൽ എന്നെ കൊണ്ടുപോകണം. എന്നെ കൂടെ കാറ് കയറ്റ്. നീ ഇവിടെ വന്നത് പ്രസവത്തിന്. പ്രസവം കഴിഞ്ഞ് കുഞ്ഞുമായിട്ട് നിനക്ക് ആ വീട്ടിലേക്ക് പോകാൻ പറ്റും. അതല്ലാതെ നിനക്ക് ആ വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. അപ്പൊ എന്നെ കൊണ്ടുപോവില്ല? ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഇവിടെ ഇവിടെ നിൽക്കും. ശരി, മോള് സമാധാനപ്പെട. മോളുടെ വേദന മാറും. ഈശ്വരാ, ഏറ്റവും ആയില്ല. എന്താന്നറിയില്ല ചിട്ട, നല്ല വേദന ഉണ്ട്. ദൈവമേ, ദേ ഇതങ്ങ് കുടിച്ചേ. കുടിച്ചോ. കരയില്ലേ മോളെ? മോക്കൊന്നുമില്ല. നന്ദേട്ടാ, താ ഉറങ്ങിയില്ലേ? ഇപ്പൊ എങ്ങനെയുണ്ട്? സാവിത്രി ചിറ്റ വന്ന് എന്തൊക്കെയോ ചെയ്തില്ലേ? ഇപ്പൊ ഒരു ആശ്വാസം തോന്നുന്നുണ്ട്. വിപിനെ വിളിച്ച അവനൊരു ആംബുലൻസ് അറേഞ്ച് ചെയ്യും. ഇത് എന്നത്തെയും പോലെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നുള്ള പ്രതീക്ഷ മാത്രമേ നമുക്കിപ്പോ ഉള്ളൂ. നമ്മളാ കുഞ്ഞിനെ കണ്ടിട്ടില്ല. നമ്മൾ ഓരോന്ന് സ്വപ്നം കാണുക, അതും ഒരുറപ്പില്ലാതെ. കാണാത്ത കാര്യങ്ങൾക്ക് എന്തുറപ്പാ ഉള്ളത് അല്ലേ നന്ദേട്ടാ? എന്തൊക്കെയാ താനീ പറയുന്നത്? താൻ കിടന്നുറങ്ങ. എനിക്ക് നന്ദേട്ടനോട് സംസാരിക്കണം. രാവിലെ ഹോസ്പിറ്റലിൽ പോയാ ഇതുപോലെ നന്ദേട്ടൻ എന്റെ അടുത്ത് വന്നിരിക്കാൻ പറ്റില്ലല്ലോ.
മുൻപിലെ ഉറപ്പ് നമ്മുടെ മോള്. പിന്നെയുള്ളത് വെറും സ്വപ്നങ്ങൾ മാത്രം. സംഗീതേ, അവള് പോലും നമ്മുടെ കുഞ്ഞ് ജനിച്ചു കാണാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ കുഞ്ഞിന് എന്ത് സംഭവിച്ചാലും ആരും സഹതപിക്കാൻ പോലും വരില്ല. എന്തിനായിരുന്നു എന്നുള്ള ചോദ്യം ഇപ്പോ എല്ലാവരും ചോദിക്കുക. എനിക്കതൊന്നും കേട്ടിരിക്കാൻ വയ്യടോ. താനൊന്ന് കിടന്നുറങ്ങ. നന്ദേട്ടാ, നമ്മുടെ കുഞ്ഞിനെ നന്ദേട്ടന് കാണാൻ കഴിയാതെ വന്ന നന്ദേട്ടൻ തകർന്നു പോവരുത്. സംഗീതേ, അമ്മ മകൾ ഗർഭം എവിടം വരെ ആയി? അതതിന്റെ പീക്ക് ഘട്ടത്തിലല്ലേ? അനുവിനെ അഡ്മിറ്റ് ചെയ്യാറായോ? ഞാൻ ആ നഴ്സ് സരിതയെ കണ്ട് എല്ലാം ഉറപ്പിച്ചു വെച്ചിരിക്കുക. അതെ, അനുവിന്റെ നില സേഫാണ്. നോർമൽ ഡെലിവറിക്കാ ഡോക്ടർ സാധ്യത പറയുന്നത്. പക്ഷേ ആ സംഗീതയുടെ നില മോശമായിക്കൊണ്ടിരിക്കുക. കാര്യങ്ങളൊക്കെ തിരിച്ചടിച്ചോ? സംഗീത പ്രസവിച്ച് കാണാനല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. പിന്നെ വരുന്ന വഴിക്ക് സരിത എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിരാവിലെ സംഗീതയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. സീരിയസ് ആയിട്ടാ കൊണ്ടുവന്നെ. ആ കുഞ്ഞ് മരിച്ചുപോയെന്നാ ഡോക്ടർ ആദ്യം സംശയിച്ചത്. ഞാൻ മനസ്സിലാക്കിയത് സംഗീതയ്ക്ക് കുഞ്ഞിനെ കിട്ടില്ലെന്ന് തന്നെയാ. വിപിനും അതറിയാം. പക്ഷെ അവരാരും അത് നന്ദനോട് പറയുന്നില്ല. നമ്മുടെ മുഴുവൻ പ്രതീക്ഷകളും ആ തകടം മറിഞ്ഞിരിക്കുന്നത്. അല്ല ഡോക്ടറെ, ഈ ഡേറ്റിന് മുമ്പ് സിസേറിയൻ ചെയ്തിട്ട് കുഞ്ഞിനെ രക്ഷിച്ചൂടെ? പിന്നെ കുഞ്ഞിനെ കുറെ കാലം ഈ ഇൻക്യുബേറ്ററിൽ വെക്കാമെന്നൊക്കെയല്ലേ? ഇത്തരം കേസുകളിൽ അങ്ങനെയൊക്കെയല്ലേ നടക്കാറ്? ഇവിടെ മാത്രം എന്താ അതിനൊരു തടസ്സം? ഒന്നാമത് സംഗീതയ്ക്ക് അതിനുള്ള ഡേറ്റ് ആയിട്ടില്ല. പിന്നെ അങ്ങനെ ഒരു നീക്കം നടത്തി കുഞ്ഞിനെ പുറത്തെടുത്താൽ കുഞ്ഞ് മരണപ്പെടും. പ്രവീൺ എന്താ കരുതിയത്? ഡോക്ടർക്ക് വിവരമില്ലെന്നോ? ഡേറ്റ് വരെ ഈ കോംപ്ലിക്കേഷൻ തുടർന്നു കൊണ്ടുപോകാൻ പറ്റില്ല. അതിനു മുമ്പ് സിസേറിയൻ നടക്കാനാ സാധ്യത. ആ, അത് കുഞ്ഞിനെ രക്ഷിക്കാനല്ല, മറിച്ച് അമ്മയെ രക്ഷപ്പെടുത്താനാ. പ്രായം കടന്നുള്ള പ്രഗ്നൻസി മാത്രമല്ല, അടിക്കടി ഉണ്ടായ വീഴ്ചകളും സംഗീതയുടെ നില വഷളാക്കി. മകളുടെ പിടിവാശി കൊണ്ടാ സംഗീതയ്ക്ക് ഈ ഗതി വന്നത്. ഇനി നമ്മൾ കാത്തു നിൽക്കുന്നതിൽ ഒരു കാര്യമില്ല. എടോ, താനെന്താ നിരാശനായോ? ദേ, എനിക്ക് നിരാശയൊന്നുമില്ലല്ലോ. തുടങ്ങി വച്ചതിൽ നിന്നും പിന്നോട്ട് പോവുകയില്ല. പിന്നെ തനിക്ക് വേണമെങ്കിൽ പിരിഞ്ഞു പോവാം. ഡോക്ടറെ, ഞാൻ ആലോചിച്ചത് എന്താണെന്ന് വെച്ചാൽ, അമ്മയുടെ കുഞ്ഞ് സ്വാഭാവികമായി മരിച്ചുപോകും. അനുവിന്റെ കുഞ്ഞിനെ നശിപ്പിച്ച് കളയാൻ നമുക്ക് സരിതയെ വെച്ച് കഴിയും. അമ്മയ്ക്കും മകൾക്കും കുഞ്ഞിനെ നഷ്ടമായ അവര് പഴയ പോലെ ആവില്ലേ? ആ അമ്മയും മകളും എങ്ങനെയാ കഴിഞ്ഞതെന്ന് നീലിമയ്ക്ക് അറിയില്ല. നമ്മൾ ഈ ചെയ്തതിനൊക്കെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവും. എടോ, ആ നിരാശനാവാതെ. ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് നിർണായകമാണ്. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.